നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിലെ രാജവീഥിയാണ് കവടിയാറിലൂടെ കടന്നു പോകുന്നത്. കവടിയാർ കൊട്ടാരം മുതൽ വെള്ളയമ്പലം സ്ക്വയർ വരെയുള്ള ആ രാജവീഥി 4 വരി പാതകളൊക്കെ പണ്ട് കേരളത്തിൽ വരുന്നതിന് മുൻപേ 4 വരിയും 6 വരിയുമായവയാണ്. പണ്ട് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത് പോലും അത് രാജവീഥിയായി അറിയപ്പെടുന്നു. നീണ്ടു കിടക്കുന്ന ആ റോഡിലൂടെ അർദ്ധരാത്രിയിൽ കാർ റേസിംഗ് പതിവാണ്. കാറുകളും വാഹനങ്ങളുമൊക്കെ അവിടെ ചീറിപ്പായുകയും അപകടം സ്ഥിരമാവുകയും ചെയ്തതോടെ ശക്തമായ ക്യാമറ സംവിധാനങ്ങൾ അവിടെ കൊണ്ടുവരികയാണ്. AI ക്യാമറകൾ മാത്രമല്ല, CCTV ക്യാമറകളും അവിടെ നിറയെ സ്ഥാപിച്ചിരിക്കുന്നു. 40 കിലോമീറ്ററിലധികം പോകുന്നവർക്ക് 1500 രൂപ പിഴ ഈടാക്കുന്ന തരത്തിൽ അതിശക്തമായ നിയന്ത്രണമാണ് അവിടെ ഉണ്ടാക്കിയത്. അതിന് കാരണം നഗരത്തിലെ പല ധനികരുടെയും മക്കൾ ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിക്കാൻ തുടങ്ങിയതാണ്. കവടിയാർ കൊട്ടാരവും രാജ്ഭവനും പല മന്ത്രിമന്ദിരങ്ങളുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം അപകടത്തിൻ്റെ വിളനിലമായതോടെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഇപ്പോൾ അപകടം താരതമ്യേന കുറയുകയും ചെയ്തു. അവിടെയാണ് ഇന്നലെ അതിദാരുണമായ ഒരു അപകടമുണ്ടാവുന്നത്. പാലക്കാട് കൊടുവായൂർ സ്വദേശിയായ ആഷിഖും അദ്ദേഹത്തിൻ്റെ ഭാര്യ നൗഷജയും ഒരു ബന്ധുവും 3 പേരും യുവാക്കളാണ്. ആഷിഖിന് 29 വയസ്സ്, നൗഷജയ്ക്ക് 24 വയസ്സ്, നാഷിമയ്ക്ക് 25 വയസ്സ്. 3 പേരും തിരക്കേറിയ ആ നടപ്പാതയിലൂടെ നടന്നു പോകുന്നു. അവർ നടന്നു പോകുന്നതിനിടയിൽ ഒരു കാറ് ചീറിപ്പാഞ്ഞ് വന്ന് നടപ്പാതയിലേക്ക് കയറി ഇവരെ 3 അടക്കം ഏതാണ്ട് 6 പേരെ ഇടിച്ചു വീഴ്ത്തുന്നു. അവിടെ നിന്ന് ആ കാറ് നടുറോഡിലേക്ക് ഇറങ്ങി ഒരു ബൈക്കിനെയും കാറിനെയും ഇടിക്കുന്നു. നൗഷജയും ആഷിഖും അടക്കമുള്ളവർ ചോരയിൽ പുരണ്ട് അവിടെ കിടക്കുന്നു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ആരും രക്ഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. തിരക്കേറിയ സമയമാണ്. കവടിയാറിലും 3 വശത്തേക്കുമുള്ള റോഡുകൾ, അതായത് പേരൂർക്കട ഭാഗത്തേക്കും പട്ടം ഭാഗത്തേക്കും വെള്ളയമ്പലം ഭാഗത്തേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെടുന്നു. ആ ഗതാഗതക്കുരുക്കിൽ BJPയുടെ നേതാവ് സന്ദീപ് വാചസ്പതിയും പെടുന്നു. എന്താണ് സംഭവമെന്ന് അന്വേഷിച്ചപ്പോൾ അറിയുന്നു, അവിടെ ഒരു അപകടമുണ്ടായി. സന്ദീപ് വണ്ടി ഒതുക്കിയിട്ടിട്ട് നടന്ന് ചെല്ലുമ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു അപകടം നടന്നിട്ട്. നൗഷീജയോ ആഷിഖിനെയോ ഒന്നും ആരും രക്ഷപ്പെടുത്താൻ എത്തിയില്ല. അതിലെ പോയി ഒരു വാഹനത്തിലും കയറ്റി അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ഭയപ്പെടുത്തുന്ന ഒരു തിരിച്ചറിവാണിത്. ഒരാൾ പോലും അതിന് ശ്രമിച്ചില്ല. എന്ന് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിൽ, ഹൃദയത്തിൽ ഇങ്ങനൊരു അപകടമുണ്ടായിട്ട് ആംബുലൻസും എത്തിയിട്ടില്ല അത്രയും നേരം. സന്ദീപ് നാട്ടുകാരുടെ സഹായത്തോടെ നൗഷജിയെ തൻ്റെ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ നൗഷജിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 2 കാര്യങ്ങൾ ഇവിടെ ഭയപ്പെടുത്തുകയാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് അപകടം നടന്ന സ്ഥലത്തുണ്ടായിരുന്നവർ പോലും നൗഷജിയെയും ആഷിഖിനെയും ഒന്നും ആശുപത്രിയിലാക്കാൻ ശ്രമിക്കാതിരുന്നത്? 2, എന്തുകൊണ്ടാണ് ആ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇങ്ങനൊരു അപകടമുണ്ടായിട്ടും ആംബുലൻസ് എത്താൻ 20 മിനിറ്റ് വൈകിയത്? ഇത് രണ്ടും നമ്മുടെ സുരക്ഷയില്ലായ്മയെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം, നൗഷജയുടെ വിവാഹം നടന്നിട്ട് 1.5 മാസം പോലും ആയിട്ടില്ല എന്നതാണ്. മാർച്ച് 28-നായിരുന്നു വിവാഹം. നൗഷജയും ആഷിഖും അവരുടെ മധുവിധു ആഘോഷത്തിലായിരുന്നു. 2 പേരും അവരുടെ മധുവിധുവിൻ്റെ ഭാഗമായി തലസ്ഥാനം കാണാൻ എത്തിയതാണ്. തലസ്ഥാനത്ത് ഇന്നലെ രാവിലെയാണ് അവർ എത്തിച്ചേരുന്നത്. നഗരക്കാഴ്ചയുടെ ഭാഗമായി നടന്നു പോയപ്പോഴാണ് അവരെ തേടി മരണമെത്തിയത്. 1.5 മാസം പോലും വിവാഹ ജീവിതം നയിക്കാതെ, വിവാഹ ജീവിതത്തിൻ്റെ മധുരിമ തീരുന്നതിന് മുൻപ് നൗഷജ ഈ ലോകവാസം വെടിഞ്ഞിരിക്കുന്നു. ആഷിഖ് ഗുരുതരാവസ്ഥയിൽ ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റ് ആശുപത്രി ചികിത്സയിലാണ്. ഞാൻ അതിശയത്തോടെ ഓർക്കുകയായിരുന്നു, മനുഷ്യജീവിതത്തിന് നിസ്സഹാവസ്ഥയെക്കുറിച്ച്, നമ്മൾ നനയ്ക്കുന്നതും സംഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഇതിനേക്കാൾ മികച്ച ഉദാഹരണം വേറെ ഏതാണുള്ളത്? പാലക്കാട് സ്വന്തം വീട്ടിൽ നിന്നും മധുവിധു ആഘോഷിക്കാൻ ഭർത്താവിനൊപ്പം തിരുവനന്തപുരത്തെത്തിയ നൗഷജ കൃത്യം അപകടം നടക്കുന്ന വഴിയിലൂടെ നടന്നു പോകുന്നു. നൗഷജയെ മാത്രം മരണം കൊണ്ടുപോകുന്നു. കണ്ണൻ എന്നു പേരുള്ള ഒരു സിനിമാ നിർമ്മാതാവ് ഇവരുടെ തൊട്ടുമുമ്പിൽ നടക്കുന്നുണ്ടായിരുന്നു. അരുതാത്ത ശബ്ദം കേട്ടിട്ട് അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അതിവേഗത്തിൽ വാഹനം ഓടി വരുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ ചാടി മാറിയതുകൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കണ്ണൻ പറയുന്നുണ്ട്. നോക്കൂ, മരണം കവടിയാറിൽ കാത്തുനിന്നപ്പോൾ ആ മരണത്തിൻ്റെ പടിവാതിക്കലെത്തിയ കണ്ണൻ ചാടി രക്ഷപ്പെടുന്നു. നൗഷജ മാത്രം ആ മരണത്തിന് കീഴടങ്ങുന്നു. പാലക്കാട് നിന്നും മരണം തേടി തിരുവനന്തപുരത്തെ കവടിയാറിലേക്ക് നൗഷജ എത്തി എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. എന്തൊരു വിചിത്രമാണ് മനുഷ്യജീവിതം. മരണം നമ്മളെ കാത്ത് എവിടെയായിരിക്കുന്നു, നമ്മൾ അവിടേക്ക് നടന്ന് ചെല്ലുന്നു. ഓർക്കണം, നൗഷജ തിരുവനന്തപുരംകാരിയല്ല. നൗഷജ ഒരുപക്ഷെ ആദ്യമായാവാം തിരുവനന്തപുരത്ത് എത്തുന്നത് ഭർത്താവിനൊപ്പം. മര്യാദയ്ക്ക് വഴിയരികിലൂടെ നൗഷജ നടന്നു പോകുമ്പോൾ അവരെ തേടിയിരുന്ന മരണം അവരെയും കൊണ്ടുപോകുന്നു. മനുഷ്യജീവിതം എത്ര നിസ്സാരമാണ്. നമ്മളെത്ര ശ്രദ്ധിച്ചാലും, എത്ര സുരക്ഷ ഒരുക്കിയാലും നമ്മളെ കാത്ത് എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കുന്ന മരണം നമ്മളെ കൊണ്ടുപോകും എന്നതിന് തെളിവ്. ഈ അപകടമുണ്ടാക്കിയത് പരിസരത്തെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന മോഹൻ തോമസ് എന്നു പേരുള്ള
77 വയസ്സുകാരനാണ് എന്ന് പത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന് രക്തസമ്മർദ്ദം കൂടിയപ്പോൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ നിയന്ത്രണം വിട്ടുപോയി എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പരിശോധന നടത്തിയോ, മദ്യപിച്ചിരുന്നോ എന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മദ്യപിച്ച് വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കിയാലും അമിത വേഗതയിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയാലും ഒക്കെ ഇത് അപകടമായി കണക്കാക്കും. കൊല്ലപ്പെടുന്ന മനുഷ്യർക്ക് ജീവിതം നഷ്ടപ്പെട്ടു, അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. അതൊക്കെ വെറും അപകടമായി മാറുമ്പോൾ മദ്യപിച്ചവനും നിയമവിരുദ്ധമായി വണ്ടി ഓടിച്ചവനും ഒക്കെ രക്ഷപ്പെടുന്നു. ഇത്തരക്കാരെ പിടിച്ച് ജയിലിലടയ്ക്കാൻ നമ്മുടെ നാട്ടിൽ നിയമം ഉണ്ടാകാത്തിടത്തോളം കാലം, ആ നിയമം കർശനമായി നടപ്പിലാക്കാത്തിടത്തോളം കാലം നമ്മുടെ നാട് ശരിയാവുകയില്ല. ലോകത്തിൻ്റെ പല ഭാഗത്തും അങ്ങനെയല്ല. നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടാണ് അപകടമുണ്ടായതെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ജയിലായിരിക്കും. മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അപകടമുണ്ടാക്കിയാൽ, മദ്യപിച്ച് വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ ഉറപ്പാണ് ജയില്. ബ്രിട്ടനിലും അമേരിക്കയിലും ഗൾഫ് നാടുകളിലുമൊക്കെ ധാരാളം മലയാളികൾ പോലും ഇത്തരം വൃത്തികേടുകൾ കാട്ടി ജയിലിലായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ എത്ര പേരെ കൊന്നാലും അവർക്ക് ഒരു കുഴപ്പവുമില്ല. അവർ അപകടമുണ്ടാക്കി എന്ന് പറഞ്ഞ് അവർക്ക് മൊഴിയെടുപ്പിച്ച് വിടും. മോഹൻ തോമസിൻ്റെ കാര്യം എനിക്കറിയില്ല. രക്തസമ്മർദ്ദം കൂടി അപകടമുണ്ടായതാണെങ്കിൽ വിട്ടുകളയുക, അല്ലെങ്കിൽ അത് ഗൗരവമേറിയ വിഷയം തന്നെയാണ്. അപകടമുണ്ടാക്കുന്നത് ആരാണെങ്കിലും ആ അപകടമുണ്ടാക്കുന്ന ആളുടെ ഭാഗത്ത് നിയമവിരുദ്ധമായ പ്രവൃത്തി ഉണ്ടെങ്കിൽ കേസെടുത്ത് ജയിലിലടച്ച മതിയാവൂ, പ്രത്യേകിച്ച് ജീവൻ നഷ്ടപ്പെടുമ്പോൾ. ഇങ്ങനെ തന്നെ വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അപകടമുണ്ടാകുമ്പോൾ ആരാണോ അപകടമുണ്ടാക്കിയത് അവർക്കല്ല നഷ്ടം, നേരെ മറിച്ച് ആർക്കാണോ അപകടമുണ്ടായത് അവർക്കാണ്. ഇൻഷുറൻസ് നമ്മൾ നമ്മുടെ ഇൻഷുറൻസിൽ നിന്നും ക്ലെയിം ചെയ്യണം. നമുക്ക് നോ ക്ലെയിം ബോണസ് നഷ്ടപ്പെടും. എന്നാൽ നമ്മുടെ വണ്ടിയുടെ പിറകിൽ വന്ന് ഇടിച്ചവന് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ലെങ്കിൽ അവൻ സുഖമായി രക്ഷപ്പെടും. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. പിറകിൽ നിന്ന് വന്ന് ഒരുത്തൻ മുമ്പിലുള്ള ആളെ ഇടിച്ചാൽ പിറകിലെ വണ്ടിക്കാരൻ്റെ ഇൻഷുറൻസിൽ നിന്നാണ് മുമ്പിലെ വണ്ടിക്കാരനും കൊടുക്കേണ്ടത്. ആരുടെ ഭാഗത്താണോ വീഴ്ച, ആ വീഴ്ചയുള്ളവൻ്റെ ഇൻഷുറൻസാണ് നഷ്ടമുണ്ടാവേണ്ടത്. ഇത്തരം നിയമങ്ങൾ പൊളിച്ചെഴുതാതെ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. നൗഷജമാർ മരിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ നഷ്ടം സഹിച്ചുകൊണ്ടേയിരിക്കും.